കടുവയുണർന്നാൽ കാടുണർന്നു എന്നൊരു ചൊല്ലുണ്ട്. ഈ വാചകം കേവലം ആലങ്കാരികമായി പറയുന്നതല്ല, മറിച്ച് പ്രകൃതിയുടെ അതിസങ്കീർണമായ ഒരു വാർത്താവിനിമയ ശൃംഖലയുടെ തുടക്കമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കാടിന്റെ നിശബ്ദത ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആഴമേറിയ നിഗൂഢതയാണ് ആ കാടിന്റെ നിശബ്ദതയുടെ പ്രത്യേകത. അത് വെറും ഒരു നിശബ്ദതയല്ല. ആയിരക്കണക്കിന് ജീവജാലങ്ങൾ ഒരുപക്ഷെ സമാധാനത്തോടുകൂടി തങ്ങളുടെ ജീവിതചര്യകളിൽ ഏർപ്പെടുന്നതായിരിക്കാം. ഇനി അതുമല്ല എങ്കിൽ ഒരുപക്ഷെ അവയെല്ലാം ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുന്ന ഒരു കാത്തിരിപ്പുമായിരിക്കും. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വളരെ പെട്ടെന്നായിരിക്കും ഒരു കുരങ്ങന്റെ ശബ്ദം മുഴങ്ങുന്നത്. അതോടുകൂടി മാൻകൂട്ടങ്ങളും മറ്റ് ജീവജാലങ്ങളും പക്ഷികളും എല്ലാം കലവിലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പറന്നകലും. അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം തൊട്ടടുത്ത പുൽപ്പടർപ്പുകൾക്കിടയിൽ കറുപ്പും മഞ്ഞയും വരകളുള്ള ഒരു നിഴൽ നീങ്ങുന്നതായി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കടുവ എന്ന നമ്മുടെ കാടിന്റെ സുൽത്താനെ കുറിച്ചാണ്. അവന്റെ ജീവിതം, പ്രണയം, പോരാട്ടം, പിന്നെ കടുവ എന്ന സുൽത്താൻ കാടിന് നൽകുന്ന സുരക്ഷയും. നമസ്കാരം. ചെറുതല്ല കാര്യത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്താകെ 9 തരം കടുവകളുണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 3 ബാലി ടൈഗർ, ജാവൻ ടൈഗർ, കാസ്പിയൻ ടൈഗർ എന്നിവ വംശനാശം സംഭവിച്ചു കഴിഞ്ഞു. നിലവിൽ ലോകത്തുള്ളതിൽ ഏറ്റവും വലുത് സൈബീരിയൻ കടുവകളും എണ്ണത്തിൽ കൂടുതൽ ബംഗാൾ കടുവകളുമാണ്. ഇന്ത്യയുടെ ദേശീയ മൃഗവും ബംഗാൾ കടുവയാണ്. പാന്തര ടൈഗ്രിസ് എന്ന ശാസ്ത്രനാമമുള്ള ഇവ പൂച്ചകൾ ഉൾപ്പെടുന്ന ഫെലിഡേ കുടുംബത്തിൽ ഉൾപ്പെടുന്നു. കടുവകൾ ലോകത്തിലെ ഏറ്റവും വലിയ പൂച്ച ഇനമായാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും ഏഷ്യയിൽ സൈബീരിയൻ വനങ്ങൾ മുതൽ ഉഷ്ണമേഖല കണ്ടൽക്കാടുകൾ വരെയാണ് കടുവകളുടെ ആവാസം. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടും WWF ഇന്ത്യയും സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ ഗണ്യമായ ജനസംഖ്യയുള്ള കടുവകൾ അതിഭീകരമായ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളിൽ ഒന്നാണ്. മനുഷ്യരുടെ വിരലടയാളം പോലെയാണ് കടുവയുടെ ശരീരത്തിലെ വരകൾ. ലോകത്തിലെ ഒരു കടുവയുടേതും മറ്റൊരു കടുവയുടേതുമായി സാമ്യമുള്ളതല്ല. ഈ വരകൾ അവയുടെ ചർമ്മത്തിലും അഥവാ സ്കിന്നിലും ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതായത് രോമം വടിച്ചു കളഞ്ഞാലും ചർമ്മത്തിൽ ഈ വരകൾ കാണാം. പൂച്ചവർഗത്തിൽപ്പെട്ട മിക്ക മൃഗങ്ങളും വെള്ളത്തെ പേടിക്കുന്നവരാണ്. എന്നാൽ കടുവ ഇതിൽ നിന്ന് വ്യത്യസ്തനാണ്. മികച്ച നീന്തൽക്കാരാണ് കടുവകൾ. കിലോമീറ്ററുകളോളം പുഴകളിലൂടെ നീന്താൻ അവർക്ക് സാധിക്കും. വേട്ടയാടിയ ഇരയെ വെള്ളത്തിലൂടെ വലിച്ചു കൊണ്ടുപോകാനും അവർക്ക് പ്രത്യേക കഴിവുണ്ട്. രാത്രിയിൽ മനുഷ്യരെക്കാൾ ഏകദേശം 6 മടങ്ങ് വ്യക്തമായി കടുവകൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടുതന്നെയാണ് അവർ രാത്രികാലങ്ങളിൽ വേട്ടയാടാൻ കൂടുതൽ താൽപ്പര്യപ്പെടുന്നത്. കടുവകൾ ഏകാന്തവാസികളാണ്, അഥവാ സോളിറ്ററി. സിംഹങ്ങളെപ്പോലെ അവർ കൂട്ടമായി ജീവിക്കില്ല. ഒരാൺകടുവയ്ക്ക് ഏകദേശം 100 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള പ്രദേശം സ്വന്തമായി ഉണ്ടാകും. തന്റെ സാമ്രാജ്യം അടയാളപ്പെടുത്താൻ കടുവകൾ മൂത്രം അഥവാ സെന്റ് മാർക്കിംഗ് ഉപയോഗിക്കുന്നു. മരങ്ങളിൽ നഖം കൊണ്ട് പോറലുകൾ ഉണ്ടാക്കുന്നത് ഇതെന്റെ ഇടമാണ്, അതിക്രമിച്ച് കയറരുത് എന്നത് മറ്റ് കടുവകൾക്കുള്ള മുന്നറിയിപ്പാണ്. ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഈ ജീവികൾ എപ്പോഴാണ് മറ്റൊരാളെ തങ്ങളുടെ അതിർത്തിക്കുള്ളിലേക്ക് സ്വാഗതം ചെയ്യുന്നത്? അത് ജീവന്റെ തുടർച്ചയ്ക്കുള്ള സമയത്ത് മാത്രമാണ്. പെൺകടുവകൾ തങ്ങളുടെ സാന്നിധ്യം പ്രത്യേക ശബ്ദങ്ങളിലൂടെയും ഗന്ധത്തിലൂടെയും ആൺകടുവകളെ അറിയിക്കുന്നു. ഏതാനും ദിവസങ്ങൾ മാത്രം നീളുന്നതാണ് ഇവരുടെ ഒത്തുചേരൽ. പ്രസവത്തിന് ശേഷം ആൺകടുവയ്ക്ക് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പങ്കുണ്ടാകില്ല. ഒറ്റ പ്രസവത്തിൽ 3 മുതൽ 4 വരെ കുഞ്ഞുങ്ങളുണ്ടാകാം. ജനിക്കുമ്പോൾ കടുവക്കുട്ടികൾക്ക് കാഴ്ചശക്തിയുണ്ടാവില്ല. ഏകദേശം 2 വർഷത്തോളം ഈ കുഞ്ഞുങ്ങൾ അമ്മയോടൊപ്പം കഴിയുന്നു. വേട്ടയാടാനും അതിജീവിക്കാനും അമ്മയാണ് അവരെ പഠിപ്പിക്കുന്നത്. സ്വന്തമായി ഇര പിടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അവർ അമ്മയുടെ അതിർത്തി വിട്ട് സ്വന്തം സാമ്രാജ്യം തേടിയിറങ്ങുന്നു. വിശപ്പാണ് കാടിന്റെ ഏറ്റവും വലിയ നിയമം. കടുവയുടെ വിശപ്പ് ആ കാടിന്റെ ആരോഗ്യം കൂടിയാണെന്ന് നിങ്ങൾക്കറിയാമോ? കാട്ടുപോത്ത്, മാൻ, കാട്ടുപന്നികൾ എന്നിവയാണ് പ്രധാന ഇരകൾ. ഒരു കടുവയ്ക്ക് ഒറ്റത്തവണ ഏകദേശം 30 കിലോ മാംസം വരെ ഭക്ഷിക്കാൻ കഴിയും. കടുവ ഉണർന്നാൽ കാടുണരും എന്ന പ്രയോഗം കേവലം ഒരു ശൈലിയല്ല, കേവലം കവിതയുമല്ല, മറിച്ച് പ്രകൃതിയിലെ വന്യജീവികളുടെയും ആവാസ വ്യവസ്ഥയുടെയും പരസ്പര ബന്ധത്തെ സൂചിപ്പിക്കുന്ന ആഴമുള്ള ഒരർത്ഥമാണ് ഇതിനുള്ളത്. ഒരു മൃഗം ഉണർന്നെഴുന്നേൽക്കുന്നത് എങ്ങനെയാണ് ഒരു വനത്തെ മുഴുവൻ ഉണർത്തുന്നത്? ഇങ്ങനെ പറയാൻ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. കടുവ എന്ന മഹാമൃഗം എങ്ങനെയാണ് നമ്മുടെ കാടുകളുടെ കാവൽക്കാരനാകുന്നത് എന്നാണ് നോക്കാം. 1. അലാം കോളുകൾ. ശാസ്ത്രീയമായി പറഞ്ഞാൽ കാട്ടിലെ മൃഗങ്ങൾക്കിടയിൽ വളരെ ശക്തമായ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നിലനിൽക്കുന്നു.
കടുവയെപ്പോലെ ഒരു ഏപെക്സ് പ്രെഡേറ്റർ അഥവാ ഏറ്റവും മുകളിലുള്ള വേട്ടക്കാരൻ നീങ്ങാൻ തുടങ്ങുമ്പോൾ മരത്തിന് മുകളിലിരിക്കുന്ന കുരങ്ങന്മാരും മലയണ്ണാന്മാരും അതാദ്യം കാണുന്നു. വിവിധ വർഗത്തിൽപ്പെട്ട മൃഗങ്ങൾ പരസ്പരം നൽകുന്ന മുന്നറിയിപ്പുകൾ ഇന്റർ സ്പെസിഫിക് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ശാസ്ത്രീയമായി അറിയപ്പെടുന്നത്. ലങ്കൂർ കുരങ്ങുകളുടെ ഹൗ ഹൗ ശബ്ദവും മാനിന്റെ പീ എന്ന വിളി ശബ്ദവും ഇതിനുദാഹരണമാണ്. കടുവയുടെ സാന്നിധ്യം അറിയിക്കുന്നതോടെ കാട് മുഴുവൻ നിശബ്ദത വെടിയുകയും എല്ലാവരും ജാഗ്രതരാകുകയും ചെയ്യുന്നു. ഇതാണ് കാടുണരുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആദ്യ കാര്യം. 2. കടുവ എന്ന അംബ്രല്ല സ്പീഷീസ്. പരിസ്ഥിതി ശാസ്ത്രത്തിൽ കടുവയെ ഒരു അംബ്രല്ല സ്പീഷീസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കടുവയെ സംരക്ഷിക്കുക എന്നാൽ ഒരു ജീവിയെ മാത്രം സംരക്ഷിക്കുക എന്നല്ല അർത്ഥം. ഒരു കടുവയ്ക്ക് ഏകദേശം 100 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള പ്രദേശം ആവശ്യമാണ്. ആ പ്രദേശം സംരക്ഷിക്കുമ്പോൾ അതിനുള്ളിലുള്ള സസ്യങ്ങൾ, പ്രാണികൾ, പക്ഷികൾ, നദികൾ, മറ്റു ചെറിയ മൃഗങ്ങൾ എന്നിവയെല്ലാം സ്വാഭാവികമായും സംരക്ഷിക്കപ്പെടുന്നു. കാരണം കടുവയുടെ സാന്നിധ്യമുള്ള കാടുകൾ കൂടുതൽ നിബിഡമായിരിക്കും. ഇത് മഴ ലഭിക്കാനും ഭൂഗർഭ ജലനിരപ്പ് ഉയരാനും സഹായിക്കും. 3. ട്രോഫിക് കാസ്കേഡ്. പ്രകൃതി സന്തുലിതാവസ്ഥയുടെ ശാസ്ത്രം. കടുവ കാട്ടിലെ ഏപെക്സ് പ്രെഡേറ്ററാണ്. കടുവകളില്ലാതായാൽ സസ്യാഹാരികളായ മൃഗങ്ങൾ അനിയന്ത്രിതമായി പെരുകും. മാനുകളും കാട്ടുപന്നികളും മറ്റുള്ള സസ്യാഹാരികളും പെരുകുമ്പോൾ അവ വനത്തിലെ പുത്തൻ തൈകളെയും മറ്റു സസ്യങ്ങളെയും ക്രമാതീതമായി തിന്നുതീർക്കുന്നു. ഇത് വനത്തിന്റെ സ്വാഭാവികമായ വളർച്ചയെ തടയുന്നു. കടുവകൾ ഈ മൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുക വഴി കാട് നശിക്കാതെ കാക്കുന്നു. ഈ പ്രക്രിയയാണ് ട്രോഫിക് കാസ്കേഡ് എന്ന് വിളിക്കുന്നത്. ചുരുക്കത്തിൽ, കടുവയില്ലെങ്കിൽ കാട് പതുക്കെ മരിക്കും. ഭാരതത്തിലെ പ്രധാനപ്പെട്ട മിക്ക നദികളുടെയും ഉത്ഭവം കടുവ സങ്കേതങ്ങളാണ്. കടുവകൾ സംരക്ഷിക്കപ്പെടുന്ന കാടുകളിൽ മണ്ണൊലിപ്പ് കുറവായിരിക്കും. വനത്തിലെ നിബിഡമായ മരങ്ങൾ മഴവെള്ളത്തെ ഭൂമിയിലേക്ക് ഇറക്കിവിടുന്നു. കടുവ ഉണരുമ്പോൾ കാടുണരുന്നു. കാടുണരുമ്പോൾ നദികൾ ഒഴുകുന്നു. ആ നദികളാണ് മനുഷ്യന്റെ ദാഹം തീർക്കുന്നത്. അതിനാൽ കടുവയുടെ സംരക്ഷണം മനുഷ്യന്റെ കൂടി നിലനിൽപ്പിന് അനിവാര്യമാണ്. അപ്പോൾ ഇനി ഓർക്കുക, കടുവ ഉണരുന്നത് വെറുതെ വേട്ടയ്ക്കായിട്ട് മാത്രമല്ല, അത് കാടിന്റെ ശ്വാസം നിലനിർത്താൻ വേണ്ടിയാണ്. കടുവ ഉണർന്നാൽ കാടുണർന്നു എന്ന് പറയുന്ന പ്രയോഗം ആലങ്കാരികമായ പ്രയോഗം മാത്രമല്ല. കടുവകൾ കുറയുമ്പോൾ അല്ലെങ്കിൽ ഇല്ലാതെയാകുമ്പോൾ ഒരു മൃഗം മാത്രമല്ല ഇല്ലാതെയാവുന്നത്, മനുഷ്യനടക്കം വരും തലമുറയ്ക്കുള്ള ശുദ്ധജല സ്രോതസ്സുകളും ശുദ്ധവായുവും കൂടിയാണ് ഇല്ലാതെയാവുന്നത്. കടുവയുടെ ഗർജനം മുഴങ്ങുന്ന കാടുകൾ ഇന്നും എന്നും ജീവനുള്ളവ തന്നെയാണ്. കാടുകളുടെ ആ ഉണർവ് നിലനിൽക്കേണ്ടത് നമ്മൾ മനുഷ്യർ കൂടി ആവശ്യമാണ്. അതുകൊണ്ട് കടുവ ഉണരട്ടെ, അതോടൊപ്പം നമ്മുടെ കാടുകളും ഉണരട്ടെ. മറ്റു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും